ഏകപക്ഷീയമാകുമെന്ന തോന്നൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ രാജ്യത്തുണ്ടായിരുന്നു എങ്കിലും സ്ഥിതി അതല്ല. സംയുക്ത കിസാൻ മോർച്ച രാംലീല മൈതാനത്ത് മഹാപഞ്ചായത്ത് വിളിച്ചിരിക്കുക. യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും വരുന്നത്. അവരെ ആ അതിർത്തിയിൽ തടഞ്ഞാൽ മറ്റൊരു സമരമുഖം വരും. ബി ജെ പി ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ജനങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റില്ല. മനുഷ്യൻ അങ്ങനെ കീഴടങ്ങുന്നില്ല. ഇപ്പോൾ ഗാസയിൽ ഈ അമേരിക്കയും ഇസ്രായേലും കൂടി ആക്രമിച്ചിട്ടും അവർ ചെറുത്ത് നിൽക്കുന്നില്ലേ? മരിക്കുന്നുണ്ടെങ്കിലും അവർ കീഴടങ്ങുന്നില്ലല്ലോ. പാർലമെൻറ്റിൽ ഓരോ വിഷയം വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണ്ടേ? ചുരുങ്ങിയ സമയമാണ് ഈ എണ്ണം വെച്ച് ഓരോ ചെറിയ ചെറിയ പാർട്ടികൾ. ഞങ്ങൾക്കൊക്കെ വളരെ ചുരുങ്ങിയ സമയം കിട്ടുള്ളൂ. എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സമയത്ത് അവൻ്റെ നെഞ്ച് തറക്കത്തക്ക നിലയിൽ പദപ്രയോഗങ്ങൾ നടത്താനും ചിലപ്പോൾ ചെയർമാൻ്റെ ഇടപെടൽ വരും. അത് പറയുന്നത് ഇത് പറയുന്നത് ആ രീതിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കഴിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ ഒരു കർക്കശ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു. പിറ്റേന്ന് കാലത്ത് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ചേരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ അയോധ്യ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു. എന്നിട്ട് രാമക്ഷേത്രത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ച്, നിങ്ങൾ മാത്രമൊന്നുമല്ല ഞങ്ങളും കൂടി ചേർന്നാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് എന്ന നിലയിൽ പോയി. ഈ അവസരവാദം അത് അവരുടെ രാഷ്ട്രീയ നിലപാടിൽ ഏറ്റവും വലിയ ദൗർബല്യമാണ്. പഴയതുപോലെ AICC ആസ്ഥാനത്തേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്താനുള്ള ശേഷി ഇന്ന് കോൺഗ്രസിനില്ല. സമാജ്വാദി പാർട്ടിയോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ അവർ വരില്ല. അപ്പോൾ ചിലപ്പോൾ UP യിലേക്ക് പോകേണ്ടി വരും. ആ രീതിയിൽ പോകാതിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കർഷക സമരം നടക്കുമ്പോൾ പഞ്ചാബിലെ കൃഷിക്കാർ BSNL സിം കൂടുതൽ ഉപയോഗിക്കുകയും ജിയോ ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. ഒരൊറ്റ പത്രം റിപ്പോർട്ട് ചെയ്തില്ല. മീഡിയാസ് LDF ഗവൺമെൻറ്റിനെതിരായ ഒരു നരേഷൻ കൃത്യമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരുടെ അജണ്ടയാണ്. ഇന്ത്യയിലെ മീഡിയാസിനെ, മെയിൻ സ്ട്രീം മീഡിയാസിനെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്, വൻകിടക്കാരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ ഒരു കൗണ്ടർ മീഡിയ ആയിട്ട് CPM ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും ഭരണത്തിൽ ഇത്രയും തുടർ ഭരണമൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് വിശദീകരിക്കുന്ന ഒരു സാധനമായിട്ട് അപ്പം നമ്മളിപ്പോൾ ഏഷ്യാനെറ്റ് കാണുന്ന ഒരാൾ എന്താണ് ഇതിലൊരു എതിരെ അഭിപ്രായമുള്ളത് എന്ന് കൈരളിയിലേക്ക് നോക്കാത്തതുകൊണ്ട് എളമരം കരയും കുടുംബസമേതം ഒരു വാഹനത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തെ തടയണമായിരുന്നു, എന്നിട്ട് റോഡിൽ ഇറക്കി നിർത്തണമായിരുന്നു, മൂക്കിടിച്ച് രക്തം വരണമായിരുന്നു. എങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. എന്നെ ഉദാഹരിക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ 2 ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, INTUCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, AITUCയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, നിങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് അവരോട് ചോദിച്ചാൽ പോരെ? ഞങ്ങൾ ഒരുമിച്ചത് നടത്തി. ഇതാണ് ബയാസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ആ രീതി CPIMനോട് കാണിക്കേണ്ട എന്ത് കാര്യമുണ്ട്? സുഖമായി ജീവിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്, സുഖമായി മരിക്കാൻ പറ്റാവുന്ന സ്റ്റേറ്റ്, ഇത് രണ്ടിലും കേരളമാണ് 1ാം സ്ഥാനത്ത്. എന്താണ് ഒരു പാർലമെൻറ്റ് മെമ്പറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ ചോദ്യം ഞാൻ ഉന്നയിക്കും. ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള രീതിയിലുള്ള ഭാവി പൂർണ്ണമായും നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെ CPM എങ്ങനെയാണ് കാണുന്നത്? ഇത് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പരമാവധി മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിച്ച് നിർത്തി BJPക്കെതിരായി ഒരു നല്ല മത്സരം നടത്തുക എന്നതാണ് പാർട്ടി ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഭരണ നയങ്ങൾക്കെതിരെ നിരവധി പ്രക്ഷോഭ സമരങ്ങൾ ഇടതുപക്ഷ പാർട്ടികളും ട്രേഡ് യൂണിയനുകൾ, കർഷക സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമരം കൊണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നത്, കർഷക സമരം. അതുപോലെ തൊഴിൽ നിയമ ഭേദഗതികൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തിയ സമരം. ആ നിയമങ്ങൾക്ക് റൂൾസ് ഫ്രെയിം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ആ സമരത്തിൻ്റെ ഒരു പ്രത്യാഘാതം RSS സംഘടനയായ BMSലും പ്രതിഫലിച്ചപ്പോൾ അവർക്കും അവരുടെ എതിർപ്പ് വന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് ഈ തീവ്ര ഹിന്ദുത്വ വർഗീയവൽക്കരണത്തിലേക്ക് RSSും BJPയും പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുറച്ച നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. അവരെപ്പോഴും അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നത്. എങ്കിലും മതനിരപേക്ഷ
ശക്തികളെ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ കോൺഗ്രസ്സിലും അതൊരു സ്പേസ് ഉണ്ട്. അത് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാ കോൺഗ്രസ്സുകാരും അവസരവാദികളൊന്നുമല്ല. ഈ നേതൃത്വത്തിൻ്റെ നയമായിരിക്കാം ഈ അവസരവാദ നയം. അപ്പോൾ അത് അവരുൾപ്പെടെ പരമാവധി യോജിപ്പുണ്ടാക്കാൻ ഇന്ത്യ എന്നൊരു പ്ലാറ്റ്ഫോം രൂപം കൊണ്ടത് നമ്മളും അതിൽ ഭാഗവാക്കാണ്. ഒരു അലയൻസ്, ഒരു മുന്നണി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സാമ്പത്തിക രാഷ്ട്രീയ നയം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നയം ഉണ്ടാക്കൽ ഇപ്പോൾ എളുപ്പമല്ല. എങ്കിലും യോജിച്ച് മത്സരം നടത്താവുന്ന ഒരു അന്തരീക്ഷം അനിവാര്യമാണ് എന്ന് ഇടതുപക്ഷം കരുതുന്നുണ്ട്. ഈ പാർലമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം MP ആയിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പാർലമെൻറ്റിനെ ഏതാണ്ട് നിഷ്പ്രഭമാക്കുന്ന ഒരു സമീപനം ഈ BJP ഗവൺമെൻറ് ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്ന പാർലമെൻറ്റിലെ ആണല്ലോ നമുക്ക് എത്ര കുറഞ്ഞ അംഗസംഖ്യ ഉണ്ടായാൽ പോലും ഒരു പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ ഉന്നയിക്കാനും സംസാരിക്കാനും പറ്റുന്നത്. പക്ഷെ അതിനും തടയിടുന്ന ഒരു സമീപനമായിരുന്നല്ലോ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ അവസാന കാലത്ത് പ്രത്യേകിച്ചും BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? പാർലമെൻറ്റിനോടും പാർലമെൻ്ററി ജനാധിപത്യത്തോടും ഒരു ബഹുമാനവും BJP കാണിക്കുന്നില്ല. ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാന പ്രതിപക്ഷമായിരുന്നു. പക്ഷേ പാർലമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ച് പ്രതിപക്ഷ നേതാവാൻ മാത്രമുള്ള അംഗസംഖ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. AKG ആയിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ. അദ്ദേഹത്തിന് ആ പ്രതിപക്ഷ നേതാവ് എന്ന ബഹുമാനം നെഹ്റു നൽകിയിരുന്നു. AKG പ്രസംഗിക്കുമ്പോൾ നെഹ്റു നിർബന്ധമായി സഭയിലുണ്ടാവുമായിരുന്നു. ആ പ്രസംഗം മുഴുവൻ കേൾക്കും. AKGയുടെ പ്രസംഗത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയെ സംബന്ധിച്ച് തമാശ രൂപത്തിൽ നെഹ്റുവിനോട് പറഞ്ഞു. നെഹ്റു പറഞ്ഞു, ഹീ ഈസ് സ്പീക്കിംഗ് ഇൻ പീപ്പിൾസ് ലാംഗ്വേജ്. അതായിരുന്നു ആ ബഹുമാനം. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരു പ്രതിപക്ഷ ബഹുമാനവും കാണിക്കുന്നില്ല. പാർലമെൻറ്റ് നടത്താൻ വേണ്ടി രൂപീകരിച്ച ചട്ടങ്ങൾ അവർക്ക് ബാധകമേ അല്ല. അവരെന്താണോ തീരുമാനിക്കുന്നത് സ്റ്റീം റോളർ ഉരുട്ടുക. ഒരു ഉദാഹരണം പറയട്ടെ. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം ആഗസ്റ്റ് 5-നാണ് തുടങ്ങുന്നത്. ആഗസ്റ്റ് മാസത്തിലാണ് തുടങ്ങുന്നത്. തുടങ്ങി ആഗസ്റ്റ് 5-ാം തീയതി കാലത്ത് ഞങ്ങൾ പാർലമെൻറ്റിലെത്തിയപ്പോൾ കാശ്മീർ സംബന്ധിച്ച് എന്തോ സുപ്രധാനമായ ഒരു ബില്ല് വരാൻ പോകുന്നു എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയിപ്പും കിട്ടിയില്ല. സാധാരണ അവതരിപ്പിക്കുന്ന ബില്ലിൻ്റെ കോപ്പി മുൻകൂർ തരണം മെമ്പർമാർക്ക്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് എത്തിച്ചു തരും. അന്ന് ഹാർഡ് കോപ്പി തരുമായിരുന്നു, ഇപ്പോൾ വെബ്സൈറ്റിലൂടെ തരുന്നു. അത് വായിച്ചു നോക്കി അതിൽ ഭേദഗതി നിർദ്ദേശിക്കേണ്ടതുണ്ടെങ്കിൽ എതിർക്കേണ്ടതുണ്ടെങ്കിലൊക്കെ തീരുമാനിച്ചിട്ട് വേണമല്ലോ പാർലമെൻറ്റിൽ വരാൻ. ഒന്നും തന്നിട്ടില്ല. പക്ഷേ രാവിലെ ന്യൂസ് ചാനലിൽ കാണുന്നു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന പ്രമേയം വരാൻ പോകുന്നു, കേന്ദ്രമന്ത്രിസഭ അടിയന്തര യോഗം ചേരുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചു അതൊക്കെ വന്നാലും ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടുമല്ലോ. രാവിലെ 11 മണിക്ക് രാജ്യസഭ ആരംഭിക്കുമ്പോൾ അമിത്ഷാ ആ സമയത്ത് ഓടിക്കതച്ച് വന്ന് ചെയർമാൻ അദ്ദേഹത്തെ കാശ്മീർ സംബന്ധിച്ച ഈ പ്രമേയം അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അന്താളിച്ചു പോയി. ഒരു നടപടി ചട്ടം അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത. അന്ന് ചെയർമാൻ വെങ്കയ്യ നായിഡുവാണ് ഉപരാഷ്ട്രപതി. ഗുലാം നബി ആസാദാണ് അന്ന് പ്രതിപക്ഷ നേതാവ്. ഞങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റ് ഇതെന്ത് ന്യായം, ചട്ടപ്രകാരമാണോ എന്ന നിലയിൽ ഓരോരുത്തർ പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. ഈ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ ചെയറിലിരുന്നിട്ട് റൂളിംഗ് പാർട്ടി വലത്തോട്ട് തിരിഞ്ഞങ്ങിരുന്നു. പ്രതിപക്ഷം മുഴുവൻ ബഹളം ഉണ്ടാക്കി. ഞങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അതിനിടയിൽ ഈ പ്രമേയം ഇൻട്രൊഡ്യൂസ് ചെയ്തു, പാസ്സാക്കലും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് അവതരിപ്പിക്കുക. സംസ്ഥാനത്തെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളായി അതും പാസ്സാക്കി. 12 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞു. ഇതാണ് അവരുടെ രീതി. പാർലമെൻറ്റിൽ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ഒരു ബില്ല് തയ്യാറാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. തൊഴിൽ വകുപ്പിനെ ബന്ധപ്പെട്ടാണ് തൊഴിൽ വകുപ്പ്. ആ ബില്ല് പാർലമെൻറ്റിൽ വന്നാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും റിലേറ്റഡായ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിക്ക് റെഫർ ചെയ്യലാണ് സാധാരണ പതിവ്. പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെൻ്ററി സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. കമ്മിറ്റിക്ക് റെഫർ ചെയ്താൽ കമ്മിറ്റിയിലെ മെമ്പർമാർ എല്ലാ പാർട്ടികളും ഉണ്ടാവും. ഭരണകക്ഷിക്ക് സ്വാഭാവികമായും ഭൂരിപക്ഷമുണ്ട്. അവിടെ ഈ വാദപ്രതിവാദമൊന്നുമല്ല നടക്കുക. ശരിക്കും പരിശോധന നടത്തും. ഓരോരുത്തരുടെയും ടാലൻ്റ് അനുസരിച്ച്
മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന വകുപ്പ് തെറ്റാണ്, ഇന്നടത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇന്ന ആശയം ശരി, ഈ രീതിയിലാണ് അനലൈസ് ചെയ്യുക. സൂക്ഷ്മമായി പരിശോധിക്കും, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. ബില്ലിൻ്റെ ഏതെങ്കിലും വകുപ്പിൽ ഭേദഗതി വേണോ എന്നവർ പറയും, അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന് പറയും. ആ സംഭവമേ ഇപ്പോൾ പോയി. സോ സ്ക്രൂട്ടിനിയേ ഇല്ല, നേരെ ബില്ല് കൊണ്ടുവരിക, പാസ്സാക്കുക. ലേബർ കോഡുകൾ വന്നപ്പോൾ ആദ്യത്തെ സഭ ഒരു കോഡ് ഇങ്ങനെ റെഫർ ചെയ്തിരുന്നു. മൂന്ന് കോഡുകൾ ബാക്കിയുള്ളത് ഞങ്ങൾ ശക്തമായി ഇടപെട്ടപ്പോൾ അവർ പിന്നെ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു. ആ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യുനാനിമസായി പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം പോലും അവർ അംഗീകരിച്ചില്ല. കാർഷിക നിയമങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തതേയില്ല. ഇതാണ് നിലപാട്. അപ്പോൾ പാർലമെൻറ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത്, ഭരണഘടനാ ശില്പികൾ, രാഷ്ട്രശില്പികൾ ഈ പാർലമെൻറ്റ് നടപടി ജനാധിപത്യപരമായി എങ്ങനെ നടക്കണമെന്ന് ഉദ്ദേശിച്ചോ അതിനെ മുഴുവൻ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ AKGയുടെ കാര്യം പറഞ്ഞല്ലോ, AKGയുടെ കാര്യം പറയുന്നു. അതിനുശേഷമുള്ള പല ലോക്സഭയുടെ പല കാലഘട്ടത്തിലും നമുക്കറിയാം നല്ല നല്ല പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ പുസ്തക രൂപത്തിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ പറ്റിയ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗം എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാർലമെൻറ്റിലെ ടോട്ടൽ പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം നമ്മളിപ്പം ഈ കോൺഗ്രസും CPM എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രതിപക്ഷം, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഈ ഒരു പേഴ്സണൽ വ്യൂ എന്താണ് നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഈ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള MP-മാരുടെ ഒരു പെർഫോമൻസിനെ ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൽ മാത്രമല്ലാതെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം സാധ്യമായിട്ടുണ്ടത്? അതിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും വ്യത്യസ്തമായ നിലയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരിൽ ഭൂരിപക്ഷവും 19 പേരും UDF ആണ്. 18 പേരെ ഇപ്പോൾ ഉള്ളൂ. കേരള കോൺഗ്രസ് പിന്നെ മാറിയല്ലോ, അവർ ലോക്സഭയിലാണ്. രാജ്യസഭയിലേക്ക് വരുമ്പോൾ ആകെ 9 നമ്മുടെ സ്ട്രെങ്ത്ത്. അതിൽ UDFൻ്റെ പക്ഷത്ത് 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നുകൂടി അവർക്ക് പോകും. ഈ ലോക്സഭയിൽ ഭൂരിപക്ഷം വരുന്ന UDF MP-മാർ കേരള താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കാറില്ല. കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരായി കഴിയാവുന്നത്ര വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് അവിടെ റിലവൻ്റ് അല്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ സഭയിൽ തൃശ്ശൂർ MP ഉന്നയിച്ച ഒരു കാര്യം ശബരിമല സംരക്ഷണത്തിന് കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നാണ്. എത്ര വിനാശകരമാണ് നിർദ്ദേശം! കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറാൻ കിട്ടുന്ന ഏതവസരവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പുതിയ അവന്യൂ തുറന്നു കൊടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഒരു മെമ്പറാണ് പറയുന്നത്. അതുപോലെ കേരള സർക്കാരിനെതിരായി ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ചില അഴിമതി ആരോപണങ്ങൾ അവിടെ ഉന്നയിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം ആസ്ഥാനമായി നടന്നൊരു സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം, ആ പ്രശ്നം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ പ്രതി ചേർത്തുകൊണ്ട് അതിന് അന്വേഷണം വേണം എന്നാവശ്യപ്പെടുക. ഇത് മാത്രമാണ് അവർ ചെയ്തത്. കേരളത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളോ വികസന പ്രശ്നങ്ങളോ ഒന്നുപോലും അവർ ഉന്നയിക്കാറില്ല. എല്ലാ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി MPs കോൺഫറൻസ് കേരള ഗവൺമെൻറ് വിളിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കും, മറ്റു മന്ത്രിമാർ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കും. അതിൻ്റെ നോട്ട് ഞങ്ങൾക്ക് തരും. ഇത് നിങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെന്നാണ് അവരുടെ റിക്വസ്റ്റ്. അപ്പോൾ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, കേരളത്തിൻ്റെ പദ്ധതി വിഹിതം കുറച്ചത്, വായ്പ എടുക്കുന്നതിന് റിഡ്യൂസ് ചെയ്തെല്ലാ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് കേരള ധനകാര്യമന്ത്രി ഒരു നിവേദനം തയ്യാറാക്കി അയച്ചു തന്നു. ഞാനത് ഫെയർ കോപ്പി എടുത്ത് കോൺഗ്രസ് ആട് സമീപിച്ചു, നിങ്ങളിത് ഒപ്പിടണം. അപ്പം ഞങ്ങൾ വായിച്ചു നോക്കി, പരിശോധിച്ചിട്ട് ചെയ്യാം. 2 ദിവസം കഴിഞ്ഞു അവർ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ നിലപാട്. രാജ്യസഭയിലുള്ള ആളുകളും ഇതേ നിലപാട് തന്നെ എടുക്കുന്നത്. ഉള്ള 2 ആൾ ഉള്ള KC വേണുഗോപാൽ കേരളത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിലും കേരളീയനാണല്ലോ, രാജസ്ഥാനിൽ നിന്നാണ് വന്നതെങ്കിലും അവരും ഇതേ രീതിയാണ് സ്വീകരിക്കുന്നത്. അതിൽ വഹാബ് മാത്രമാണ് അല്പം ഒരു വ്യത്യസ്തനായിട്ടുള്ളത്. അയാൾ വേറെ ചില പ്രശ്നങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിനെ 2 തരത്തിൽ കാണാം. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗൗരവമായ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട വേദിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ, ഭരണഘടന, സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, രാഷ്ട്രീയ നയങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വേദിയാണ്. 2, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രാജ്യസഭ
ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രശ്നങ്ങൾ അവിടെ പറയാവുന്നതാണ്. അത്തരമൊരു രീതിയെ രാഷ്ട്രീയ വിരോധം കൊണ്ട് അല്ലെങ്കിൽ സങ്കുചിത മനോഭാവം കൊണ്ട് UDF-ന് സാധിക്കുന്നില്ല എന്നതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. പുറത്ത് നമ്മളിപ്പം വിശാലാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒന്നിച്ചു നിൽക്കേണ്ട CPM-ഉം കോൺഗ്രസും തമ്മിലാണ് മത്സരം വരുന്നത്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. കാരണം കേരളത്തിനെതിരായിട്ട് പാർലമെൻറ്റിൽ പറയുന്നു എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടായിരിക്കുമോ കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്തൊരു അടിസ്ഥാനത്തിലായിരിക്കും നമ്മളിപ്പം CPM കോൺഗ്രസിനെ എതിർക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്? കേരള പ്രശ്നം അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് മാത്രമല്ല പ്രധാനം. ഇടതുപക്ഷം പാർലമെൻറ്റിലുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ സ്വഭാവത്തിൽ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും. ഇപ്പോൾ സപ്പോസ് UPA ഒന്നാം ഗവൺമെൻറ് കോൺഗ്രസിനെതിരായി മത്സരിച്ച് ജയിച്ച് വന്ന 43 CPIM MP-മാർ UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. UPA രൂപീകരിച്ചു. അതിലൊക്കെ പങ്കെടുത്തു. ആ കാലത്ത് 4 വർഷക്കാലം ആ പിന്തുണ ആ ഗവൺമെൻറ് നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇടതുപക്ഷം ഇല്ലാതെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കി ഇടതുപക്ഷവുമായി ബന്ധം അവസാനിപ്പിച്ചു. ഈ 4 വർഷക്കാലം ഗുരുതരമായ അഴിമതി ആരോപണത്തിന് ഇരയാകുന്ന ഒന്നും കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തില്ല. ഒരു പ്രശ്നവും ഉണ്ടായില്ല. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ചരിത്രപ്രധാനമായ പദ്ധതികൾ വന്നു. അന്നത്തെ ആസൂത്രണ ബോർഡിൽ ഇടതുപക്ഷം നിർദ്ദേശിച്ച മെമ്പർമാരുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സ്വാധീനമാണത്. ആ ബലത്തിലാണ് യഥാർത്ഥത്തിൽ 2009 അവർ ജയിക്കുന്നത്, രണ്ടാമത് വരുന്നത്. അന്ന് പിന്നെ ഇടതുപക്ഷമില്ലാത്ത പാർലമെൻറ്റായി UPA. 2G സ്പെക്ട്രം ഇടപാട്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി, നിരവധി പ്രശ്നങ്ങൾ വന്നു. ജനവിരുദ്ധ നയങ്ങൾ വന്നു, സ്വകാര്യവൽക്കരണ നയങ്ങൾ വന്നു, വലിയ സമരങ്ങൾ ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഇടതുപക്ഷം ശക്തമായി പാർലമെൻറ്റിൽ ഉണ്ടാവണം. ഇടതുപക്ഷം ഇപ്പോൾ ഭരണത്തിനൊന്നും പിന്നെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇടതുപക്ഷ സാന്നിധ്യം ഉണ്ടാവണം. രാഷ്ട്രീയ നിലപാടുകളിൽ രാജ്യത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് വർഗീയതക്കെതിരെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ BJP-യുടെ ഭാഗത്ത് നിന്ന് അടിക്കടി വരികയാണ്. അവിടെയൊക്കെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഒരു കറക്റ്റീവ് ഫോഴ്സായി അവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. കേരളത്തിൽ നിന്ന് മാത്രമാണ് ഒരു വലിയ എണ്ണം MP-മാരെ ലോക്സഭയിലേക്ക് അയക്കാൻ ഇപ്പോൾ സാധ്യതയുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് DMK-യുമായി മുന്നണി ഉണ്ടാക്കുമ്പോൾ ഏതാനും പേർ ജയിച്ചു വരാം. ബംഗാളിലെ സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പിൽ എന്ത് വരുമെന്ന് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ ഈ സാഹചര്യം നല്ല നിലയിൽ ഉപയോഗിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിനാശകരമായ നയങ്ങളെ എക്സ്പോസ് ചെയ്യാൻ, അത് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് പ്രക്ഷോഭ സമരമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഈ മെസ്സേജാണ് എന്തിന് ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം. ഇതാണ് ഞങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു ആദ്യത്തെ പാർലമെൻറ്റ് മുതൽ ഇങ്ങോട്ട്. അത് വളരെ ക്രിയാത്മകമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അംഗബല ശോഷണം കൃത്യമായി സംഭവിച്ച് വന്ന് ഏറ്റവും താഴെത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു പവർ ഫോഴ്സായിട്ട് ഇടതുപക്ഷം ഇല്ല. അതൊരു വലിയ ദുരന്തം തന്നെയല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ജനങ്ങൾ തിരസ്കരിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു ആശയ സംഹിതയായിട്ട് ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാതെ വരുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. ഇപ്പോൾ ബംഗാളിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിശദമായി പോകുന്നില്ല. ഇടതുപക്ഷം ഇപ്പോൾ രാജ്യസഭയിൽ എണ്ണം കുറച്ചു, ഞങ്ങൾ കുറച്ച് പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത്. അവിടെ എത്തുന്നവർ വഹിക്കുന്ന റോള് രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം BJP-യുടെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ പ്രതിപക്ഷത്ത് ഒരു യോജിപ്പുണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളെ എതിർക്കാൻ കർഷക ബില്ലിനെ എതിർത്തു. അതുപോലെ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെ എല്ലാവരും എതിർത്തു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം ചേരുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ചേരും. മല്ലികാർജ്ജുന ഖാർഗെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനമില്ല. കാരണം അതിനുള്ള മെമ്പർഷിപ്പ് കോൺഗ്രസ്സിനില്ല. 10% മെമ്പർമാരാണ്. എന്നാലും ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് അങ്ങനെ സങ്കല്പിക്കുന്നു.
പക്ഷേ അദ്ദേഹം ഒരു പ്രോമിനൻ്റ് ലീഡറല്ല. അതുകൊണ്ട് ഖാർഗെയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ. അവിടെ ഞങ്ങളുണ്ട്. ഓരോ വിഷയത്തിലും ഞങ്ങളുടേതായ നിലപാട് ഈ യോഗത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് വലിയ സപ്പോർട്ട് ആ യോഗത്തിൽ നിന്ന് കിട്ടും. സമാജ്വാദി പാർട്ടി, DMK, RJD തുടങ്ങിയ കക്ഷികൾ നമ്മുടെ നിലപാടിനോട് പൊതുവിൽ യോജിച്ചാൽ നിൽക്കുക. അപ്പോൾ കോൺഗ്രസിന് ഇന്ന് മാറാൻ കഴിയില്ല. ആ രീതിയിൽ സഭയിൽ എന്തിനെ എതിർക്കണം, ഏത് രീതിയിൽ എതിർക്കണം, സമരങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് പോകണം, ഇതിലൊക്കെ ഒരു വലിയ മാറ്റം പാർലമെൻറ്റിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ മുമ്പ് മഹാന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്തെ പാർലമെൻറ്റ് പ്രവർത്തന ശൈലിയിൽ മാറ്റം വന്നു. ഇപ്പം നിരന്തര സമരങ്ങൾ, പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വിജയ് ചൗക്കിലേക്ക് ജാഥ പോയി പത്രക്കാരെ കാണൽ, പാർലമെൻറ്റ് സ്ട്രീറ്റിലേക്ക് പ്രകടനം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ബഹിഷ്കരണം, പാർലമെൻറ്റിനുള്ളിൽ സമരം നടത്തൽ, ഇതൊന്നും പണ്ട് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അവിടെ ഡിബേറ്റ് ഫോറമാണ്, അതിലപ്പുറത്തേക്ക് അതിൻ്റെ ഡെക്കോറം സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്ന മഹാനേതാക്കന്മാരാണ്. ഇപ്പോഴും പാർലമെൻറ്റിൽ 2 മുൻ പ്രധാനമന്ത്രിമാരുണ്ട്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ഇതുപോലുള്ള ആളുകൾ ഇരിക്കുന്നിടത്താണ് സാധാരണ രാഷ്ട്രീയക്കാരായ ഞങ്ങൾ ചെന്ന് ഞങ്ങളതിനെ ഒരു പോരാട്ടത്തിൻ്റെ വേദിയാക്കി മാറ്റി. 2 തവണ സസ്പെൻഷൻ വാങ്ങി ഞാൻ. അതുപോലെ 146 പേർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ്, അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. എണ്ണം കുറവാണെങ്കിലും ആ സ്പേസ് ഞങ്ങൾ നികത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ കോൺഗ്രസ് ഈ മീറ്റിങ്ങുകളിലൊക്കെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികൾ എടുക്കുന്ന പല നയ സമീപനങ്ങളോടും ചേർന്ന് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇന്ത്യ എന്നുള്ള ഈ വിശാല മുന്നണിൻ്റെ അകത്ത് അതിൽ CPM ഒരു അവസരവാദപരമായ ഒരു നിലപാട് എടുക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയം മുന്നിൽ കണ്ട് കേരളം മാത്രമാണല്ലോ ഇപ്പം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അല്ലാത്തൊരു സ്ഥലം ഉണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിന് മാത്രം ഒരു പ്രാദേശിക കക്ഷി എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സമീപനം CPMൻ്റെ ഭാഗത്തു നിന്നില്ലേ? കാരണം ഇന്ത്യ എന്നുള്ള വിശാല മുന്നണിയെ അതിനകത്ത് നിന്നിട്ട് കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്നതിന് പകരം അതിനെ ദുർബലമാക്കുന്ന ഒരു സമീപനമാണ് CPM എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ? ഞങ്ങൾ കേരളം മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 2 സീറ്റ് CPIM, 2 സീറ്റ് CPI, DMKയുമായിട്ടുള്ള മുന്നണി തുടരാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ബംഗാളിൽ ഒരല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു ധാരണ ഉണ്ടാക്കൽ എളുപ്പമല്ല CPIMന്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ്സായിട്ട് ഉണ്ടാക്കുന്ന പോലെയായിരിക്കും. അതെ. എന്നാൽ കോൺഗ്രസും CPIMും തമ്മിൽ അവിടെ ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധമല്ല. ബംഗാളിലെ കോൺഗ്രസ് പാർട്ടി തൃണമൂൽ കോൺഗ്രസുമായി യോജിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയാണ്. ദേശീയ നേതൃത്വം ഇടപെടുന്നുണ്ട്. എന്താണ് അവസാനം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ ഇവിടങ്ങളിലൊക്കെ അല്പം ചില മണ്ഡലങ്ങളിലൊക്കെ രാജസ്ഥാൻ ഒക്കെ മത്സരം നടക്കും. അതൊക്കെ അന്തിമ വിധി എന്താവുന്നൊന്നും ഇപ്പം മുൻകൂട്ടി പ്രവചിക്കാനൊന്നും പറ്റില്ല. ഇന്ത്യ യോജിപ്പ് വന്നപ്പോൾ ആ യോജിപ്പിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. ആ യോജിപ്പ് ഉണ്ടാക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചു പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇന്ന് ദേശീയ നേതാക്കന്മാർക്കിടയിൽ വളരെയേറെ ആദരവ് നേടിയിട്ടുള്ള ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവും അതിന് വിനിയോഗിച്ചു. അപ്പം ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് മുതൽ ഒരു ഭൂപ്രഭുവർഗ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ നിശിതമായി എതിർത്തും വിമർശിച്ചുമാണ് വളർന്നു വന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനേക്കാൾ വലിയ ആപത്തായി മാറിയ വർഗ പാർട്ടി വർഗീയതയും കൂടി കൂട്ടുപിടിച്ച് പോകുന്ന BJPയും RSSുമാണ്. അപ്പോൾ അതിനെതിരെ കോൺഗ്രസുമായി പോലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ CPIM ഇപ്പോൾ സന്നദ്ധമാണ്. അത് ദേശീയ തലത്തിൽ കഴിയാവുന്നത്ര സംസ്ഥാനങ്ങളിൽ അത് ഉണ്ടാക്കണമെന്നാണ് ആലോചിക്കുന്നത്. അതിന് ആവശ്യമായ ഫ്ലെക്സിബിലിറ്റി, ലീഡർഷിപ്പിൻ്റെ ഒരു ചാതുര്യം ഇതൊന്നും കാണിക്കാത്തത് കോൺഗ്രസ്സാണ്. ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ സംസ്ഥാനങ്ങളിൽ ചെന്ന് ചർച്ച ചെയ്ത് ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് ലീഡർഷിപ്പ് ജാഥ നടത്തുകയായിരുന്നു. അതിൽ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ അവരോടൊക്കെ പലരോടും സംസാരിച്ചു. രാഹുൽ ഗാന്ധി അല്ലാതെ ആരാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകാനുള്ളത്? വേറെ ഏത് ലീഡർഷിപ്പിനാണ് അതോറിറ്റി ഉള്ളത്? ഒരാൾക്കുമില്ല. അപ്പോൾ അവർക്കെല്ലാം ഈ അഭിപ്രായമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ ധാരണ ഉണ്ടാക്കാൻ ശ്രമമുണ്ട്. പഴയതുപോലെ AICC ആസ്ഥാനത്തേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്താനുള്ള ശേഷി ഇന്ന് കോൺഗ്രസിനില്ല. സമാജ്വാദി പാർട്ടിയോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ അവർ വരില്ല. അപ്പോൾ ചിലപ്പോൾ UPയിലേക്ക് പോകേണ്ടി വരും. ആ രീതിയിൽ പോകാതിരിക്കുന്നത് കോൺഗ്രസ്സാണ്.
അത് മാത്രമല്ല, ഇപ്പോൾ അവസാനത്തെ കാര്യം പറയാം. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാനത്തെ ദിവസം 2 അജണ്ടയാണ്. ഒന്ന്, 10 കൊല്ലക്കാലത്തെ UPA ഗവൺമെൻറ്റിൻ്റെ ദുർഭരണം എന്ന് BJP പറയുന്ന കാര്യങ്ങൾ ഒരു വൈറ്റ് പേപ്പറായി അവതരിപ്പിച്ചു. സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, 100,000 കാര്യങ്ങൾ, ഒരു വസ്തുതയില്ലാത്തതാണ്. അതിനെതിരായി ബ്ലാക്ക് പേപ്പർ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു സാധനം കൊണ്ടുവന്നു. അത് പാർലമെൻറ്റിലൊന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ അവർ അതിനെ എതിർത്തു, സാധനം ഇൻട്രൊഡ്യൂസ്. ഇതായിരുന്നു ഒരു ചർച്ച അവസാന ദിവസം. രണ്ടാമത്തെ ചർച്ച പ്രമേയം ഈ അയോധ്യ ക്ഷേത്രം പൂർത്തീകരിച്ചതിന് സർക്കാരിനെ അഭിനന്ദിക്കുന്ന ഒരു പ്രമേയമാണ്. അപ്പോൾ തലേ ദിവസം ഈ സാധനം കിട്ടിയപ്പോൾ പിറ്റേന്ന് കാലത്ത് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ചേരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ അയോധ്യ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല, അത് പ്രത്യാഘാതം ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് വന്നാൽ അതൊക്കെ ആയിരിക്കും വലിയ പ്രശ്നം. അപ്പം പിന്നെ ആ പ്രമേയം എതിർത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത് അതിലേറെ ഡെലിക്കസിയാണ്. അപ്പം നമുക്ക് ആ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാം. ഈ വൈറ്റ് പേപ്പറിൻ്റെ ചർച്ച വരുമ്പോൾ തന്നെ മോഡിയുടെ വാഗ്ദാന ലംഘനം, തൊഴിലില്ലായ്മയുടെ വർധനവ്, പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു നല്ല ഷോ ഉണ്ടാക്കാം, ഇറങ്ങിപ്പോക്ക് നടത്താം. പക്ഷേ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു. എന്നിട്ട് രാമക്ഷേത്രത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ച്, നിങ്ങൾ മാത്രമൊന്നുമല്ല ഞങ്ങളും കൂടി ചേർന്നാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് എന്ന നിലയിൽ പോയി. ഈ അവസരവാദം അത് അവരുടെ രാഷ്ട്രീയ നിലപാടിൽ ഏറ്റവും വലിയ ദൗർബല്യമാണ്. അതേ അവസരത്തിൽ ഞങ്ങളുടെ കൂടൊപ്പം RJD, സമാജ്വാദി പാർട്ടി, DMK അവരെല്ലാവരും ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഒരു പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അവർക്കിടയിൽ പലപ്പോഴും ആശയക്കുഴപ്പമാണ്. ഇതാണ് കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും CPM-ഉം ഒന്നിച്ചായിരിക്കും മത്സരിക്കുന്നത്, പ്രത്യേകിച്ചും സീറ്റിൻ്റെ വലിയ സീറ്റുകളിലൊന്നും അല്ലെങ്കിലും. അപ്പോൾ ഒരു ശരിക്കും ഇവിടെ ഇപ്പം എന്തായാലും എളമരം കരീം എന്നുള്ള നേതാവ് ഇവിടെ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മത്സരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ജനങ്ങളോട് പറയാൻ പറ്റുക, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ കോൺഗ്രസിനെതിരാണ്, ഇവിടെ ഞങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ് എന്നുള്ളൊരു വലിയൊരു ഒരു ക്രൈസിസ് അതിൻ്റെ അകത്ത് രൂപപ്പെടുകയല്ലേ? അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രയാസമില്ല. ഇവിടെ കോൺഗ്രസും ഞങ്ങളും തമ്മിൽ നേരിട്ട് മത്സരിച്ചാലും ഒരു BJP സ്ഥാനാർത്ഥി പോലും ജയിക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ തൃശ്ശൂർ പോലും അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. LDF ജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. മതനിരപേക്ഷ പാർട്ടികളെ കേരളത്തിൽ ജയിക്കും. അതുകൊണ്ട് കേരളത്തിലെ മത്സരം BJPക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. 1. 2, പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് പാർലമെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അത്യാവശ്യമാണെന്നത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഉദാരവൽക്കരണ നയം കോൺഗ്രസിനും BJPക്കും വ്യത്യസ്തതയില്ല. വർഗീയത, ഒരാൾ തീവ്ര വർഗീയവാദികളാണെങ്കിൽ മറ്റവർ മൃദു ഹിന്ദുത്വ നിലപാടെടുത്തവരാണ്. ഇപ്പോൾ ഈ ബാബറി മസ്ജിദിൻ്റെ ഇഷ്യൂ എടുത്തോ, ഏറ്റവും വലിയ വഞ്ചന കാണിച്ചത് കോൺഗ്രസ്സുകാരാണ്. അന്ന് ആദ്യം 48-ൽ പൂട്ടിയത്, 98-ൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശിലാസ്ഥാപനം, പിന്നീടത് പൊളിച്ചത്. അവസാനം ആ കേസിൻ്റെ നടത്തിപ്പിൽ മുസ്ലിം കമ്മിറ്റിയുടെ വക്കീലായിരുന്ന കപിൽ സിബലിനോട് പിന്മാറാൻ പോലും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതാണ് കോൺഗ്രസ്. മറ്റൊരു തീവ്ര നിലപാടാണ്. ഇനി വർഗീയ കലാപം നോക്കിക്കോ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് 1000-കണക്കിന് മനുഷ്യരെ കൊന്നിട്ടില്ലേ? ആസാമിലെ നെല്ലി കൂട്ടക്കൊല, ബാബറി മസ്ജിദ് തകർച്ച ശേഷമുള്ള ബോംബെ കലാപം, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് BJPയുടെ പിന്നെ തീവ്ര സ്വഭാവത്തിൽ ഒന്നും കുറച്ച് കാണാൻ പറ്റില്ല. അത് മറ്റതിനോട് താരതമ്യപ്പെടുത്തുമല്ല. ഇത് ഭയാനകമാണ് ഇന്നത്തേത് ഭരണഘടനയെ പിച്ച് ചീന്തുന്ന സ്വഭാവമാണ്. ഈ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ നിലവിലുള്ളപ്പോൾ പരമാവധി മതനിരപേക്ഷ പാർട്ടികൾ യോജിച്ച് നിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ യോജിക്കണം എന്ന നിലപാടാണ് CPIM-നുള്ളത്. അങ്ങനെ നമുക്ക് കഴിയാവുന്നത്ര മെമ്പർമാരെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഈ നയങ്ങളെ എക്സ്പോസ് ചെയ്യുക, പുറത്ത് നടത്തുന്ന തൊഴിലാളി കർഷക സമരങ്ങളുടെ പ്രതിഫലനം പാർലമെൻറ്റിൽ ഉണ്ടാക്കുക. അത്രേ ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ നടത്താൻ പറ്റുള്ളൂ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഈ BJP ഇലക്ഷനോട് അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക, അതിൻ്റെ ഏറ്റവും ഒരു തീവ്രമായ ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതായിട്ട് കാണാം. ഇപ്പം തന്നെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനമൊക്കെ തന്നെ ഇതിനോട് അടുപ്പിച്ച് കൊണ്ടുവരികയും ഏതാണ്ട് ഒരു ഹിന്ദുത്വ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം BJP ഇത്തവണത്തെ ഇലക്ഷനിൽ സഹായിക്കുന്ന വിചാരിക്കുന്നത്? പൊതുവെ എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് സീറ്റിൻ്റെ എണ്ണം കൂടും, ഭൂരിപക്ഷം കൂടും എന്നൊക്കെയുള്ളൊരവസ്ഥയാണ്. എങ്ങനെയാണ് അത് CPM എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഒന്ന്, BJP ഒരു വലിയ എന്താ പറയുക വ്യാമോഹത്തിലാണ്. എല്ലാം ആയിക്കഴിഞ്ഞു, അയോധ്യയോടുകൂടി എല്ലാം പൂർണ്ണതയിലെത്തി, വൻ ഭൂരിപക്ഷം നേടും, 400 എന്നൊരു പ്രഖ്യാപനം മോദി നടത്തുന്നുണ്ട്.
ഇതിന് ശേഷമല്ലേ കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ട് വലിയ സമരമായിട്ടത് മാറിയില്ലേ? ഹരിയാന അതിർത്തി ശത്രു സൈന്യത്തെ നേരിടുന്ന പോലെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രോണുകളാണ് ഈ പാവം കൃഷിക്കാരുടെ നേരെ ഈ കണ്ണീർവാദം പ്രയോഗിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഇതേ സാധനം ആ രീതിയിലാണ് നേരിടുന്നത്. എന്നിട്ടും പിരിഞ്ഞു പോകാതെ കർഷകർ സമരം നടത്തുന്നു. അതുപോലെ ഇനിയിപ്പോൾ സംയുക്ത കിസാൻ മോർച്ച രാംലീല മൈതാനത്ത് മഹാപഞ്ചായത്ത് വിളിച്ചിരിക്കുക. യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും വരുന്നത്. അവരെ ആ അതിർത്തിയിൽ തടഞ്ഞാൽ മറ്റൊരു സമരം മുഖം വരും. അപ്പോൾ BJP ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ജനങ്ങൾ. അവരുടെ പ്രതീക്ഷയും ചിലപ്പോൾ തകിടം മറിക്കത്തക്ക നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇനിയും ദിവസങ്ങളുണ്ട്. മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടക മുഴുവൻ അവർ ജയിച്ചതാണ്. ഇത്തവണ അത് സംഭവിക്കുകയില്ല. തെലങ്കാനയിലും കോൺഗ്രസിനൊരു വിഹിതം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആന്ധ്രാപ്രദേശ് പിന്നെ അവിടെയുള്ള 2 പാർട്ടിയും BJPയുടെ ഒപ്പമാണ്. അതുകൊണ്ട് പക്ഷേ BJP അല്ല. BJPയുടെ എണ്ണത്തിൽ YSR കോൺഗ്രസും വരില്ല, TDPയും വരില്ല. ഒഡീഷയിൽ അവർ ജയിക്കും. ഈ ബിജു ജനതാദൾ, അവർ ബിജു ജനതാദൾ BJPയെ പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷേ BJP അല്ല. ബംഗാളിൽ ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നില്ല. BJPക്ക് ഉണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം കുറയാനാണ് സാധ്യത. എന്തെല്ലാം റിപ്രഷൻ ഉണ്ടായിട്ടും ആം ആദ്മി പാർട്ടി കീഴടങ്ങുന്നില്ല. പഞ്ചാബിലും ഡൽഹിയിലും അവരുടെ വിജയം ആവർത്തിക്കാൻ പറ്റും. ബീഹാറിൽ നിതീഷ് കുമാർ പോയിട്ടും RJD ഞങ്ങൾ സംസാരിക്കുമ്പോൾ RJDയുടെ ആത്മവിശ്വാസം, RJD, കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ BJP പ്രതീക്ഷിക്കുന്ന വിജയം അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. കാസ്റ്റ് ഇക്വേഷൻ അത് ഹിന്ദുത്വ എന്നതിനെ മറികടക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കാസ്റ്റ് സെൻസസിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അവിടെ സജീവമായത്. ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഏകപക്ഷീയമാകുമെന്ന തോന്നൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ രാജ്യത്തുണ്ടായിരുന്നു എങ്കിലും സ്ഥിതി അതല്ല. അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഈ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഈ ചെറിയ ചെറിയ കക്ഷികളോട്, അതിപ്പോൾ ജനതാദളിൻ്റെ പല ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ RSP ഇതിനോടൊക്കെ എടുത്ത സമീപനമുണ്ടല്ലോ. പ്രത്യേകിച്ചും പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് എടുക്കുന്ന സമീപനങ്ങൾ CPM ഒന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അത് പലതും നമുക്കറിയാം അവസരവാദപരമായ നിലപാടുകളെടുത്ത സംഘടനകളുമാണ്. അപ്പോൾ അതിനെ ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ശക്തികളെ കൂടെ നിർത്താൻ സീറ്റ് തന്നെ വേണം നിർബന്ധമുണ്ടോ? അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അവരെ എല്ലാം നിയമസഭയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ പരമാവധി. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ RSP ലെനിനിസ്റ്റ് നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ RSPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒരു പ്രത്യേക ബ്ലോക്കായി നിന്നു ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുന്നു. അയാൾക്ക് എത്ര വോട്ട് ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അദ്ദേഹം ഒരു കോസിന് വേണ്ടി വ്യത്യസ്ത നിലപാടെടുത്തു, അതിനെ ബഹുമാനിക്കുന്നു. ഈ നിലപാട് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ പാലിക്കാറുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് പരമാവധി ആളുകളെ ബോധ്യപ്പെടുത്താറുണ്ട്. അസാധാരണ സംഭവം ഉണ്ടായത് 2009-ലാണ്. പക്ഷെ അതിനുശേഷം പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ മുസ്ലിം ലീഗ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുസ്ലിം ലീഗ് ഒരു CPMൻ്റെ ഒരു മുഖ്യ ശത്രു എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. നേരത്തെയുള്ള രീതിയിൽ നിന്ന് മാറി. ഇപ്പം കോൺഗ്രസിനോടുള്ള സമീപനം പോലെ തന്നെ മുസ്ലിം ലീഗ് അങ്ങനെ തന്നെയാണ് CPMനെ സമീപിക്കുന്നത്. ശരിക്കും മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു സഖ്യം ഒരു പൊളിറ്റിക്കലി ശരിയായ നിലപാടല്ലേ? CPM എടുക്കേണ്ടതായ ഒരു നിലപാടല്ലേ ഇന്നത്തെ ഒരു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ? മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഇപ്പം പറയുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ CPMനോടുള്ള സമീപനവും അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരു സമയത്ത് മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ഇടതുപക്ഷം പരിഗണിക്കേണ്ടത്? ഈ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ കക്ഷി അല്ലെങ്കിൽ തീവ്രവാദി കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നില്ല. അതൊരു സാമുദായിക കക്ഷിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അവർക്ക് സഹകരിക്കുക എന്നൊരു നിലപാട് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ നിലപാടും മാറ്റണം. അറക്കൽ BVയെ കെട്ടാൻ പിന്നെ ഒരു ഭാഗം മാത്രം ആലോചിച്ചാൽ പോരാ. അവരെന്ത് ഇന്ന് നിലവിലുള്ള UDFൽ തുടർന്നുകൊണ്ട് ഒരു കാരണവശാലും അത് സാധ്യമല്ലല്ലോ. അപ്പോൾ അവരുടെ നിലപാട് എന്തെന്നതാണ് പ്രധാന പ്രശ്നം. അത്ര ഒരു ചർച്ച നടത്തുന്നില്ലല്ലോ CPM. ചർച്ചയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് വരണ്ടേ? അവർ UDFൻ്റെ ഭാഗത്ത് തന്നെ നിന്ന് കേരള ഗവൺമെൻറ്റിനെതിരായി ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഈ നിലയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ചർച്ച നടത്താൻ പോവുക? അവരൊരു വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ ഒരവസരം ഇപ്പുറത്ത് കിട്ടും. അവസരം ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരാണ്. ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ, തൊഴിലാളി, കർഷകർ, ഈ രീതിയിലാണ് സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ
ഇറ്റ്സ് എ റിയാലിറ്റി. ഈ കമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് വൈസ് ഇഷ്യൂസ് ഉണ്ട്. അത് ഇറ്റ്സ് എ റിയാലിറ്റി. അതിലിപ്പോൾ പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ തോതിൽ അടിച്ചമർത്തപ്പെടുന്ന, വലിയ തോതിൽ ആക്രമണത്തിന് വിധേയരാകുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ. പൗരത്വ നിയമ ഭേദഗതി, ഇനി വരാൻ പോകുന്നത് ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നം, പിന്നെ ചിലപ്പോൾ ഈ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനം വരെ BJP ആഗ്രഹിക്കുന്ന വിധത്തിലൊരു ഭൂരിപക്ഷം വന്നാൽ 2025 RSSൻ്റെ 100ാം വാർഷികത്തിൽ അവരാലോചനയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ ആ വിഭാഗത്തെ സുരക്ഷിതത്വ ബോധം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അല്ലെങ്കിൽ അവർക്കിടയിൽ തീവ്രവാദ സ്വഭാവത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം വരും. മനുഷ്യൻ അങ്ങനെ കീഴടങ്ങുന്നില്ല. ഇപ്പോൾ ഗാസയിൽ ഈ അമേരിക്കയും ഇസ്രായേലും കൂടി ആക്രമിച്ചിട്ടും അവർ ചെറുത്ത് നിൽക്കുന്നില്ലേ? മരിക്കുന്നുണ്ടെങ്കിൽ അവർ കീഴടങ്ങുന്നില്ലല്ലോ. അതാണ് മനുഷ്യൻ. അതുകൊണ്ട് അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധമാണ്. അത് ലീഗ് പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു സുരക്ഷിതത്വ ബോധമുണ്ടാക്കുന്നതിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അനുഭാവികളല്ലാത്ത CPIM വഹിക്കുന്ന പങ്ക് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ട് ഈ നിലപാടുമായി തന്നെ ലീഗിന് അധികാലം പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ നമുക്ക് നോക്കാം, ലോക്സഭാ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പെർസിക്യൂട്ടഡ് സൊസൈറ്റി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന മുസ്ലിം ജനസമൂഹം CPM വിരുദ്ധമായ ഒരു നിലപാടെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പിന്നെ സീറ്റ് ഡിഫറൻസ്, ജയത്തിൽ ഇത്രയും വലിയൊരു ഡിഫറൻസ് വരികയില്ല. അത് ഇത്തവണ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം മനസ്സ് എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് അപ്പുറത്തേക്ക് ടിൽറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു സ്വതന്ത്ര പിന്നെ വിശകലനത്തിൽ കാണാൻ പറ്റുക. ഇത്തവണ എങ്ങനെ ഉണ്ടാവുമോ? ഇത്തവണ എന്തായിരിക്കും പിന്നെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഒരു നിലപാട്? അന്ന് 2018 അവസാനം മധ്യപ്രദേശ്, രാജസ്ഥാൻ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ആരോഗ്യമുണ്ട് എന്നൊരു ഇംപ്രഷൻ രാജ്യമാസകനുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. മുസ്ലിം ജനതയും അതുപോലെ തന്നെ പിന്നോക്ക ജാതികളിൽപ്പെട്ട ആളുകളും ഭയപ്പെടുന്ന BJP അവരേതെങ്കിലും വിധത്തിലൊന്ന് തോൽപ്പിക്കാൻ എന്തവസരം കിട്ടിയാലും ഉപയോഗിക്കുക എന്നൊരു മനോഭാവത്തിലേക്ക് അവരെത്തിയിരുന്നു. അതൊന്ന് ഭയം കൊണ്ടാണ്. അതുപോലെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നത്തിലുള്ള ആശങ്കയാണ്. അപ്പോഴാണ് ഒരു പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വരവ്. രാഹുൽ ഇവിടെ ഒന്ന് മത്സരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് മാറാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമന്ത്രി പദത്തിന് ക്ലെയിം ചെയ്യാവുന്ന ഒരാളാണ് ഇദ്ദേഹം. കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അവസരം വരികയാണ്. ഇതെല്ലാം ചേർന്നതാണ് അന്നത്തെ കേരളീയൻ്റെ മനസ്സ് രൂപം കൊണ്ട്. അത് മുസ്ലിം മാത്രം ആയിക്കൊള്ളുന്നില്ല. അതാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യം അതിന് ഘടകവിരുദ്ധമാണ്. ഒന്ന്, മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെ പോയി. ഈ തെലങ്കാന മാത്രമാണ് പേരിനൊരു വിജയം ഉണ്ടാക്കിയത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ ഒരു കർക്കശ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു. ഉദാഹരണത്തിന്, പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്തരം ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ സീതാറാം യെച്ചൂരിക്ക് ഒരു 10-18 മണിക്കൂറേ വേണ്ടി വന്നു. ക്ഷണക്കത്ത് കിട്ടി. കോൺഗ്രസിന് 3 ആഴ്ച വേണ്ടി വന്നു. മാത്രമല്ല, അവർ ക്യൂ നിൽക്കുകയായിരുന്നു. ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ ക്ഷേത്രത്തിൻ്റെ. BJP അല്ല, രാജീവ് ഗാന്ധിയാണ് അതിൻ്റെ കാരണക്കാരൻ. ഞാൻ ഒരു വെള്ളി ഇഷ്ടിക കൊടുത്തയാളാണ് കമൽനാഥ്. 1,10,000 രൂപ സംഭാവന ചെയ്തു എന്ന് ദിഗ്വിജയ് സിംഗ്. ഈ കാഴ്ച വല്ല ആശങ്കയോടുകൂടിയാണ് മതനിരപേക്ഷ ശക്തികൾ കണ്ടത്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ച ആ അബദ്ധം ഒരിക്കലും അവർക്ക് സംഭവിക്കില്ല. ആ ഉറച്ച നിലപാടിലാണ് അവർ ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. ഈ കേരളത്തിൽ ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ആയിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഒരു സീനിയോറിറ്റി പരിഗണിച്ചതായിട്ട്, അതായത് ഒരു കുറച്ച് മുതിർന്നവർ എന്നുള്ള ഒരു പൊതു സ്വഭാവം കാണാൻ പറ്റും. അത് ഒരു ശരിക്കും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പം പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിലേക്ക് യുവാക്കളൊക്കെ വളരെ കൂടുതലായിട്ട് ശ്രദ്ധ കൊണ്ടുവരികയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വളരെ സ്വാധീന ശക്തിയുള്ള സമയത്ത് അതൊരു യുക്തമായ തീരുമാനമാണോ ഈ മുതിർന്നവർ കൊണ്ടുവരിക എന്നുള്ളത്?
ഞങ്ങളിതിനെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒന്ന് CPIMന്റെ ഐഡന്റിറ്റി പ്രശ്നമുണ്ട്. പാർലമെന്റിൽ നന്നായി ശബ്ദിക്കാവുന്ന ഒരു ടീം വേണം. അതുകൊണ്ട് ഈ തവണ വിജയത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. എന്നാൽ എല്ലാ റെപ്രസെൻറ്റേഷനും ഉണ്ട്. യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്, സ്ത്രീ റെപ്രസെൻറ്റേഷനുണ്ട്, സാമൂഹ്യ വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. ഒരു വിഭാഗത്തെ ഞങ്ങൾ ഒഴിച്ചു നിർത്തിയിട്ടില്ല. പണ്ടൊക്കെ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് മുഖ്യ ഊന്നൽ. പ്രമുഖന്മാർ, വിദഗ്ധന്മാർ എല്ലാം അസംബ്ലി ഭരണം നടത്താൻ വേണ്ടിയാണ് വിനിയോഗിക്കുക. ഇന്ന് അതിനും ഒരു പ്രത്യേക ടീം ഡെവലപ്പ് ചെയ്തു വന്ന സാഹചര്യത്തിൽ പാർലമെൻറ്റിലേക്ക് ഒരു ടീമിനെ മുതിർന്നവരയക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. പാർലമെൻറ്റിൻ്റെ അന്തസ്സിനനുസരിച്ച് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള പ്രശ്നം തന്നെ. നിങ്ങൾ കേരളത്തിലെ UDF MPമാരിൽ ശശി തരൂർ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് പാർലമെൻറ്റിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ നാടിന് ചേർന്നതല്ല. പലസ്തീൻ വിഷയത്തിൽ ഹമാസ് ആദ്യം ആക്രമിച്ചു, പിന്നെ ഇസ്രായേൽ രണ്ടാമത് ആക്രമിച്ചു. അയാളുടെ പൊളിറ്റിക്സ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ല. അദ്ദേഹം അന്തർദേശീയ തലത്തിൽ അമേരിക്കയുടെ ഭാഗമായി UNOയിലൊക്കെ പോയ പാരമ്പര്യം വെച്ച് ആ നിലപാടിലാണ് നിൽക്കുന്നത്. ഒരിക്കലും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. പിന്നെ ഒന്നും സംസാരിക്കുന്ന ഒരാൾ പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രന് കേരളത്തിലെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളി വർഗ താല്പര്യങ്ങളോ ഒന്നും ഉന്നയിക്കുന്നില്ല. പ്രധാനമന്ത്രിയുമായിട്ടുള്ള വ്യക്തിപരമായ സൗഹാർദ്ദമൊക്കെ സൂക്ഷിക്കുന്ന ഒരു അവസരവാദ നിലപാടാണ്. ബാക്കി കോൺഗ്രസ്സിൽ അവിടെ വായ തുറന്ന് സംസാരിക്കുന്നവരാരാ? അങ്ങനെ പോരല്ലോ പാർലമെൻറ്റിൽ ഓരോ വിഷയം വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണ്ടേ? ചുരുങ്ങിയ സമയമാണ് ഈ എണ്ണം വെച്ച് ഓരോ ചെറിയ ചെറിയ പാർട്ടികൾക്ക്. ഞങ്ങൾക്കൊക്കെ വളരെ ചുരുങ്ങിയ സമയം കിട്ടുള്ളൂ. എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സമയത്ത് അവൻ്റെ നെഞ്ച് തറക്കത്തക്ക നിലയിൽ പദപ്രയോഗങ്ങൾ നടത്താനും ചിലപ്പോൾ ചെയർമാൻ്റെ ഇടപെടൽ വരും, അത് പറയരുത് ഇത് പറയരുത്, ആ രീതിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കഴിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. എണ്ണം കുറയും. മറ്റ് കുറച്ച് അധികം ആളുണ്ടായിരുന്നെങ്കിൽ കൈപൊക്കിയാൽ മതി. എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടാം. ഇപ്പോൾ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടില്ല. ഇപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവന്ന് ബഹുജനാഭിപ്രായം രൂപപ്പെടുത്താൻ പാർലമെന്റിനെ ഒരു വേദിയാക്കണം. അപ്പോൾ അതിന് പറ്റാവുന്ന ഒരു ടീം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പെർഫോമൻസ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പെർഫോമൻസ് ഈ ഇലക്ഷനിൽ എത്രമാത്രം പ്രതിഫലിക്കും? സ്വാഭാവികമായിട്ടും എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്തായാലും ഇതിപ്പം കൃത്യമായിട്ട് റിവ്യൂ ചെയ്യപ്പെടുന്നുണ്ട്, പല വിമർശനങ്ങളും വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പിണറായി സർക്കാരിൻ്റെ പെർഫോമൻസിന് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാവും? കേരള ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു അളവാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ്. LDFന് നല്ല മുന്നേറ്റം ഉണ്ടായി. LDF ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോട് കടുത്ത എതിർപ്പ് രൂപപ്പെട്ടു വന്നിരുന്നുവെങ്കിൽ, അതൊരു രാഷ്ട്രീയ ബ്ലോക്കായി മാറിയിരുന്നുവെങ്കിൽ ഈ 5 സീറ്റ് അധികം LDFന് കിട്ടുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. ഇത് തിരുവനന്തപുരം ജില്ലയിലും എറണാകുളം ജില്ലയിലും പല ജില്ലകളിലായിട്ടായി നടന്നത്. ഒന്ന്, മീഡിയാസ് LDF ഗവൺമെൻറ്റിനെതിരായ ഒരു നരേഷൻ കൃത്യമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരുടെ അജണ്ടയാണ്. ഇന്ത്യയിലെ മീഡിയാസിനെ, മെയിൻ സ്ട്രീം മീഡിയാസിനെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്, വൻകിടക്കാരാണ്. ചെറുകിടക്കാർക്ക്, ചെറിയ ജനങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് അതിലൊരു സ്വാധീനമില്ല. ഒരു ദേശാഭിമാനി പത്രമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രികക്കോ CPIയുടെ ജനയുഗത്തിനോ സുപ്രഭാതത്തിനോ അവർക്കൊന്നും ആ ഒരു പങ്ക് നിർവഹിക്കാൻ പറ്റില്ല. കാരണം സർക്കുലേഷൻ വൈസ് വളരെ നെഗ്ലിജിബിളാണ്, ചെറിയ എണ്ണമാണ്. ദേശാഭിമാനിക്ക് മാത്രമേ ഒരു 10 ലക്ഷത്തോളം സർക്കുലേഷൻ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വളരെ ചെറുതാണ്. എന്നാൽ മറ്റവരൊക്കെ ഭീമന്മാരാണ്. അവരെയൊക്കെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ BJP ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ ആ കോർപ്പറേറ്റ് ഭരണ ബന്ധം വളരെ ശക്തമാണ്. ഇപ്പോൾ കർഷക സമരം നടക്കുമ്പോൾ പഞ്ചാബിലെ കൃഷിക്കാർ BSNL സിം കൂടുതൽ ഉപയോഗിക്കുകയും ജിയോ ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. ഒരൊറ്റ പത്രം റിപ്പോർട്ട് ചെയ്തില്ല. അവർ അംബാനിക്കും അദാനിക്കുമെതിരായി മുദ്രാവാക്യം വിളിച്ചു. ഈ കരാർ കൃഷി സമ്പ്രദായം വന്നാൽ ഇവരാണ് ഭൂമി കരാറെടുക്കാൻ പോകുന്നത്, എന്നിട്ട് അന്താരാഷ്ട്ര കമ്പോളത്തിന് ആവശ്യമുള്ള ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ കൃഷി രീതിയെ മാറ്റാൻ പോകുന്നത് എന്ന് കൃഷിക്കാർ മനസ്സിലാക്കി. മീഡിയാസ് റിപ്പോർട്ട് ചെയ്തില്ല.
ഇതാണ് പിന്നെ ഇന്നത്തെ മീഡിയയുടെ ഒരു അവസ്ഥ, മെയിൻ സ്ട്രീം മീഡിയയുടെ അവസ്ഥ. അവരാണ് കേരള ഗവൺമെൻറ്റിനെ വലിയ തോതിൽ വിമർശിക്കുന്നത്. ഒരു വിമർശന വിധേയമാക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്രിയാത്മകമായ വിമർശനം നടന്നതിൽ ഒരു പ്രശ്നമില്ല. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഏത് തരത്തിലായിരുന്നു വിമർശനം? എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പട്ടാളത്തിന് അന്വേഷണ ഏജൻസിക്ക് എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് മന്ത്രിമാർക്കെതിരായിട്ടോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കെജ്രിവാളിനെ വിളിക്കുന്ന പോലെ ഷിബു സോറനെ, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതുപോലെ അവർക്ക് ചെയ്യാമായിരുന്നില്ലേ? കഴിഞ്ഞില്ലല്ലോ. അതുപോലെയാണ് എല്ലാ സംഭവങ്ങളും വരുന്നത്. ഏത് പ്രശ്നം വന്നാലും അതിനെ വൈകാരികമായി ഉയർത്തുക. കേരളം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്യാം. സുഖമായി ജീവിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്, സുഖമായി മരിക്കാൻ പറ്റാവുന്ന സ്റ്റേറ്റ്, ഇത് രണ്ടിലും കേരളമാണ് ഒന്നാം സ്ഥാനത്ത്. അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മാധ്യമങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ ഒരു സ്ഥിരമായി സമീപിക്കുന്ന ഒരു സമീപനം തന്നെ, അതായത് പണ്ട് EMSൻ്റെ കാലം തൊട്ടുള്ള സമീപനത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഇപ്പോഴും CPMൻ്റെ സമീപനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിച്ച് കഴിഞ്ഞാൽ മുഖ്യധാരാ പത്രങ്ങളിൽ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പം ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങൾ, ഇപ്പോൾ കാരവൺ പോലെയുള്ള മാഗസിൻ ചെയ്യുന്നുണ്ട്. പലരും നമുക്കെടുത്ത് പറയാവുന്ന രീതിയിൽ കേന്ദ്ര വിമർശനം നടത്തുന്നുണ്ട്. പക്ഷേ അന്നേരം കേന്ദ്ര ഗവൺമെൻറ് പറയുക എന്താണെന്ന് വെച്ചാൽ അത് രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. അതായത് BJP വിമർശിക്കുക എന്നുള്ള രാജ്യദ്രോഹമാകുന്നുണ്ട്. അതേ അവസ്ഥ തന്നെ കേരളത്തിലും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും കേരളത്തിലെ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും പ്രതിപക്ഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വിമർശനങ്ങളെ പലപ്പോഴും CPM കാണുന്നത് അത് കേന്ദ്രത്തിനോടുള്ള അനുകൂല നിലപാടെടുത്തുകൊണ്ട് കേരള സർക്കാരിനെ വിമർശിക്കുകയാണെന്നാണ്. അപ്പോൾ ഈ ഒരു പഴയ ഒരു സ്ട്രാറ്റജി അത് മാറ്റി പിടിക്കാൻ ഇതിപ്പോഴും CPMന് സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാരണം സ്വയം വിമർശനത്തിൻ്റെതായ ഒരു വഴി CPM എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞങ്ങൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി മീഡിയാസിനെ കാണുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞാൽ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും ദിവസേന എന്നോണം മാധ്യമങ്ങളുമായി ഇടപെട്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, സ്വാഭാവികമായും പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോൾ ചോദ്യം വരാം, വളരെ സഹിഷ്ണുതയോടുകൂടി കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വരുമ്പോൾ മുഖ്യമന്ത്രിയും സംസാരിക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു ലുബ്ധിൻ്റെ പ്രശ്നമില്ല. കേന്ദ്ര നയത്തെ വിമർശിക്കുന്ന മീഡിയാസ്, പത്രങ്ങൾ വളരെ അപൂർവമാണ്. നിങ്ങൾ പറഞ്ഞ മാതിരി ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് ഒരു അപൂർവ സാധനമാണ്. പിന്നെ ഹിന്ദു പഴയ നിലപാട് പുലർത്തുന്നില്ല. ഇങ്ങനെയുള്ള ചില പത്രങ്ങളുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ്റിനെ ഇവിടെ രൂക്ഷമായി വിമർശിക്കുന്ന മെയിൻ സ്ട്രീം മലയാള മാധ്യമങ്ങൾ ഒരിക്കലും അതേ ഭാഷയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരല്ല. വിമർശിക്കപ്പെടേണ്ട ഒട്ടേറെ ന്യായമായ കാര്യങ്ങൾ വന്നിട്ട് പോലും ഒരു കണ്ടില്ലെന്ന് അടിക്കുക. ചിലപ്പോൾ പിന്നെ എന്താ പറയുക, സത്യം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പോലും വാർത്ത എഴുതുന്ന രീതി പോലും ചിലയിടത്ത് കാണാം. അതാണ് മീഡിയാസ് കാണിക്കുന്നത്. മീഡിയാസ് വളരെ ബോധപൂർവം LDFനെതിരായ നിലപാടെടുക്കുന്നതാണ് ഒരു തോന്നൽ. അത് പ്രിന്റ് മീഡിയാസ് മാത്രമല്ല, വിഷ്വൽ മീഡിയാസ്. ഇപ്പോൾ വിഷ്വൽ മീഡിയാസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ ഒരു ദേശീയ പണിമുടക്ക് സമയത്ത് എനിക്കെതിരായി കേരളത്തിലെ ഒരു വിഷ്വൽ മീഡിയയുടെ അവതാരകൻ അവതരിപ്പിച്ചു. ഏതോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ സമരക്കാർ തല്ലിയ ഒരു വിഷയമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് സമരത്തിലൊരു അക്രമം. കേരളമാകെ നടന്ന ഒരു ദേശീയ പണിമുടക്ക്, കടകളും ഒക്കെ അടച്ചു, സ്തംഭിച്ചു. എവിടെയോ ഒന്ന് സമരക്കാരെ വെല്ലുവിളിച്ച് ഒരു ഡ്രൈവർ വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചെറിയ സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു. അടിക്കാനൊന്നും പാടില്ല. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അത് വച്ചിട്ടാണ് ചർച്ച. എന്നിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എങ്ങനെ? എളമരംകരയും കുടുംബസമേതം ഒരു വാഹനത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തെ തടയണമായിരുന്നു, എന്നിട്ട് റോഡിൽ ഇറക്കി നിർത്തണമായിരുന്നു, മൂക്കിടിച്ച് രക്തം വരണമായിരുന്നു, എങ്കിലെന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്. എന്നെ ഉദാഹരിക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ ചർച്ചയെ പങ്കെടുക്കുന്നുണ്ട് 2 ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, INTUCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, AITUCയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. നിങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് അവരോട് ചോദിച്ചാൽ പോരെ? ഞങ്ങൾ ഒരുമിച്ചത് നടത്തി. ഇതാണ് ബയാസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ആ രീതി CPIMനോട് കാണിക്കേണ്ട എന്ത് കാര്യമുള്ളത്? ഞങ്ങൾ പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നു, മീഡിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു. ഞാനും പിന്നെ ശ്രേയംസ് കുമാർ കാലാവധി തീരുന്നതിന് ശ്രേയംസ് കുമാറും പിന്നെ ബിനോയ് വിശ്വ ഞങ്ങളെല്ലാം ഹത്രാസ് സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ ഉന്നാവോ, ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്ഥലം.
പോകാൻ ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസമാണ് സിദ്ദീഖ് കാപ്പനും ഡൽഹിയിൽ നിന്നുള്ള ഒരു സംഘം പത്രപ്രവർത്തകരും പോയത്. ഞങ്ങൾ വരുന്നുണ്ടെന്ന് അവരൊന്ന് മുൻകൂട്ടി പോയതാ. ഞങ്ങൾ പോകാൻ രാവിലെ ഇറങ്ങുമ്പോഴാണ് അവിടുത്തെ കലക്ടർ ഒരു മെസ്സേജ് തരുന്നത്. അവരെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോവാണ്, കോടതിയുടെ ഉത്തരവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്നാൽ കാണൂല. അപ്പം ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തു. മറ്റവരെ ഭീകരരാന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. ആ സിദ്ദീഖ് കാപ്പന് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ശബ്ദമുയർത്തി, പാർലമെൻറ്റിൽ കത്ത് കൊടുത്തു, സംസാരിച്ചു, പുറത്ത് സെമിനാറുകൾ നടത്തി. അതിലൊന്നും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. ഇതെല്ലാം ഒരു നിലപാടുകൊണ്ടുള്ള എതിർപ്പ് മാത്രം. പക്ഷേ ഈ മുഖ്യധാരയെ നേരിടാൻ രണ്ട് തരത്തിൽ CPM-ന് സാധിക്കും. കാരണം ഒന്നിപ്പോൾ ദേശാഭിമാനി അല്ലെങ്കിൽ കൈരളി TV ഒന്നും ഒരു മാധ്യമം എന്നുള്ള രീതി പോലും ആരും പരിഗണിക്കുന്ന പോലും ഇല്ല ഇപ്പം. കാരണം വെച്ചാൽ അതിനൊന്നും അതിൻ്റെതായ ഒരു ശക്തി കാണുന്നില്ല. ഒരു ഇത്രയും വലിയൊരു ശക്തിയുള്ള പാർട്ടിയുടെ മീഡിയ വിഭാഗം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. കാരണം ദേശാഭിമാനിക്ക് ഒരിക്കലും മനോരമയുടെയോ മാതൃഭൂമിയുടെയോ പ്രോപ്പഗാൻഡയെ പറ്റിരോധിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ മറുവശത്ത് ഈ സോഷ്യൽ മീഡിയ ലിഞ്ച് ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുന്നത് CPM പരോക്ഷമായിട്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം ഏത് വിമർശനം വരുമ്പോഴും, കാരണം ഒരു വിശാല ഇടതുപക്ഷം നിലനിൽക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ് കേരളത്തിലുള്ളത്. പക്ഷെ അതിനെ തകർക്കുന്ന രീതിയിൽ അത് CPM അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഒരുപാട് ലിഞ്ച് ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട് CPM-ന് വേണ്ടി. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേകം ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരാളെ പലപ്പോഴും വ്യക്തിപരമായി തന്നെ നേരിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള, അതായത് BJP-യും RSS-ഉം ഒക്കെ കേന്ദ്ര തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഇവിടെയും CPM ചെയ്യുന്നുണ്ട്. ഈ രണ്ട് തരത്തിൽ പരാജയപ്പെടുന്നുണ്ട് CPM ഇതിനകത്ത്. അതായത് മുഖ്യധാരയിൽ ഒരു ബദൽ ഉയർത്താൻ കഴിയുന്നില്ല, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ലിഞ്ച് ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു തോൽവിയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പിന്തുണയുമാണോ ഇത് സംഭവിക്കുന്നത്? അതിൽ ഈ സോഷ്യൽ മീഡിയയിൽ അഗ്രസീവായി ഇടപെടുന്ന ചിലർ CPIM-ൻ്റെ എംബ്ലം ഉപയോഗിക്കുന്നു എന്നല്ലാതെ അത് പാർട്ടിയുടെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ളതൊന്നുമല്ല. അപ്പം നമുക്കത് യഥാസമയം നോക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. അല്ലാതെ അത് കൽപ്പിച്ചുകൂട്ടി എന്തെങ്കിലും തെറ്റായ ഭാഷയിൽ, ചീത്ത ഭാഷയിൽ ഇങ്ങനെ ചീത്ത വിളിച്ചു പറയാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാനോ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മൾക്ക് പരമാവധി ദേശാഭിമാനിയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ ജനങ്ങളെ സമീപിക്കാനുള്ള പാർട്ടി മെഷീനറിയെ സജീവാക്കി ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടി നിലപാട് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. കൈരളിയെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, നമ്മുടെ വിഭവശേഷിയുടെ കുറവുകൊണ്ടാണ് അതിനെ മറ്റു തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെ ഒന്നുമില്ല. കാരണം വെച്ചാൽ ടെക്നോളജിയുടെ കാര്യത്തിൽ കൈരളി TV മറ്റ് പലരെക്കാട്ടും മുന്നിൽ തന്നെയാണ്. ഏതാണ്ട് ഏഷ്യാനെറ്റിനൊക്കെ സമാനമായ ടെക്നോളജി ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അതിനെ ഒരു കൗണ്ടർ മീഡിയ ആയിട്ട് CPM-നെ ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും ഭരണത്തിൽ ഇത്രയും തുടർ ഭരണമൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് വിശദീകരിക്കുന്ന ഒരു സാധനമായിട്ട് അപ്പം നമ്മളിപ്പോൾ ഏഷ്യാനെറ്റ് കാണുന്ന ഒരാൾ എന്താണ് ഇതിലൊരു എതിരഭിപ്രായമുള്ളത് എന്ന് കൈരളിയിലേക്ക് നോക്കാത്തതുകൊണ്ട്? അല്ല, അതിന് ഒരു കാര്യം, ഇത് വിഭവശേഷിയുടെ പ്രശ്നം തന്നെ. കൈരളി നേരിടുന്നത് അതിൻ്റെ വിഭവശേഷിയുടെ ഒരു ദാരിദ്ര്യമുണ്ട്. അത് പാർട്ടി എന്ന നിലയ്ക്ക് അങ്ങനെ ഫിനാൻസ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അതൊരു കമ്പനി എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അത് അവർ കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഡെവലപ്പ് ചെയ്യാൻ ഒരുപാടുണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഏതായാലും ഇപ്പം ഇലക്ഷൻ അടുത്തെത്തി കഴിഞ്ഞു. താങ്കളൊരു സ്ഥാനാർത്ഥിയും കൂടിയാണ്. പ്രത്യേകിച്ചും എന്തായിരിക്കും അതിനുള്ളൊരു സ്ട്രാറ്റജി? നമ്മളിപ്പം ഒന്നാമത് BJP-നെ തന്നെ എതിർക്കണമല്ലോ. കോൺഗ്രസിനെതിരെ സംസാരിച്ചുകൊണ്ട് ജയിക്കുക എന്നുള്ളതായിരിക്കുമോ, അതോ BJP-യെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും? എന്തായിരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി? ഇവിടെ ഞങ്ങൾ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലും 20 മണ്ഡലങ്ങളിലും ഇവിടെ ഞങ്ങൾ എതിർക്കുന്നത് UDF-നെയാണ്. ഇവിടെ BJP ഒരു ഫോഴ്സേ അല്ല. BJP എത്ര ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും പ്രധാനമന്ത്രി എത്ര തവണ വന്നാലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു ലിമിറ്റിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 21-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവർ ചില ഗവർണർമാരെയും മലയാളികളായ ചില ഗവർണർമാരെയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഷോ ഉണ്ടാക്കുക എന്നല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇടതുപക്ഷത്തിന് കൂടുതൽ MP-മാരെ പ്രതിനിധികളോട് നിന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ UDF-ആയിട്ടാണ് ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടത്. UDF-ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസിനെയും UDF-നെയും നിശിതമായി വിമർശിക്കേണ്ടി വരും. അവർ കേരളത്തിൻ്റെ താല്പര്യത്തിൽ, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര അവഗണന, ഇതുപോലുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടെടുത്തു എന്ന് എക്സ്പോസ് ചെയ്യേണ്ടി വരും. പിന്നെ അവരുടെ പെർഫോമൻസസ് എന്തായിരുന്നു? രാജ്യത്തുയർന്നു വന്ന വർഗീയ ഭീഷണിക്കെതിരെ, RSS BJP-യുടെ ആക്രമണത്തിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? പാർലമെൻറ്റ് വേദി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഇതെല്ലാം എക്സ്പോസ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. ആ ഡിബേറ്റ് നല്ല നിലയിൽ ജനങ്ങളുടെ ഇടയിൽ നടക്കും.
എന്തായാലും പിന്നെ ഇപ്പം ഈ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ബി ജെ പിക്ക് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുമോ കൂടില്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷെ എന്നാൽ പോലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയത്തിലായാലും പൊതു വേദികളിലായാലും ശരി, എല്ലാ സ്ഥലത്തും സംഘപരിവാറിന് CPM-നൊപ്പമോ കോൺഗ്രസിനൊപ്പമോ എന്നുള്ള രീതിയിൽ ഒരു ബലം പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് ഭാവിയിലേക്ക് ഒരു ക്യാപിറ്റലാക്കി മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കഴിയില്ലേ? ബി ജെ പിക്ക് പണത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അവർ എല്ലാം പെയ്ഡ് ആളുകൾ വെച്ചിരിക്കുക ഓരോ മേഖലയിലും. പിന്നെ കേന്ദ്രാധികാരം, പിന്നെ അവരുടെ ചില ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിപ്ലോമാറ്റിക് അപ്രോച്ചുകൾ, ചില സാമൂഹ്യ നേതാക്കന്മാരെ കാണാൻ വരൽ. ഒരു ഗവർണർ ഒരു ചർച്ചിലേക്ക് അരമനയിലേക്ക് വരുന്നു, അപ്പോൾ പിതാക്കന്മാർ അവരെ സ്വീകരിക്കുന്നു. കേട്സി എന്നുള്ള നിലക്കായിരിക്കാം, പക്ഷെ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നു. ഈ തരത്തിലുള്ള ഇടപെടൽ അവർ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്നിട്ട് പോലും 2019 ഇലക്ഷനിൽ ബി ജെ പി കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 21 നിലനിർത്താൻ സാധിച്ചില്ല. അവർക്കുണ്ടായിരുന്ന അസംബ്ലിയിൽ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ അവർ പിന്നെ മാധ്യമങ്ങളിൽ കാണുന്ന വളർച്ച ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നില്ല. ശബരിമല ഇഷ്യൂ തെറ്റായ നിലയിൽ അവർ ഉപയോഗിച്ച് നോക്കി, പക്ഷേ അതും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഒന്ന്, ഞങ്ങൾ തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ ആസ്പദമായി നൽകുന്ന പ്രക്ഷോഭ സമരങ്ങളിൽ വലിയ തോതിൽ അവരെ അണിനിരത്തിയാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത് വർഗീയ വിരുദ്ധ, അല്ലാതെ വെറും സൈദ്ധാന്തിക പ്രസംഗം മാത്രമല്ല, അവരുടെ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വമല്ല. ഞാൻ സാമൂഹ്യമായെടുത്താൽ ഞാൻ അബ്ദുൽ കരീം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടാണ്. ഞാനൊരു തൊഴിലാളിയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു കൃഷിക്കാരനായിരിക്കാം. എനിക്ക് ആ വ്യക്തിത്വമുണ്ട്. ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ ആൾ എന്ന വ്യക്തിത്വത്തോടൊപ്പം ഈ ഇരട്ട വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. ഏത് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യം തീരുമാനിക്കുന്നത്. ആ പ്രശ്നങ്ങളെ ആസ്പദമാക്കി അവർ അണിനിരക്കുമ്പോൾ മതാതീതമായ അല്ലെങ്കിൽ മതത്തിൻ്റെ അപ്പുറത്ത് കയറി അവൻ യുണൈറ്റ് ചെയ്യാൻ വരും. അത് ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ സാഹചര്യത്തെ മറികടക്കാൻ ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെ, ബഹുജന പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാവും. അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നേരിടാൻ പോകുന്നത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിനെ തന്നെയാണ്. കാരണം വെച്ചാൽ വളരെ സ്വീകാര്യനും എന്ത് പാർലമെൻറ്റിൽ പറഞ്ഞു എന്നുള്ളതല്ല, കാരണം എപ്പോഴും കോഴിക്കോട്ട് പ്രസൻ്റായിരിക്കുന്ന ഒരു എതിരാളിനെയാണ് നേരിടാൻ പോകുന്നത്. അപ്പം അവിടെ ബി ജെ പി ഒരു പ്രസക്തമായ ഘടകമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാലും വോട്ടിംഗ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്യും. എങ്ങനെയായിരിക്കും രാഘവനെ നേരിടാൻ പോകുന്നത്? അല്ല, ഇത് രാഷ്ട്രീയമായിട്ടാണ് നേരിടും, വ്യക്തിപരമായിട്ടല്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന പ്രശ്നങ്ങൾ, കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിലാണ് കേന്ദ്രീകരിക്കുക. പിന്നെ കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്. എന്താണ് ഒരു പാർലമെൻറ്റ് മെമ്പറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ ചോദ്യം ഞങ്ങൾ ഉന്നയിക്കും. എങ്ങനെ ആവണം? ഓരോരുത്തർക്കും ഓരോ സങ്കല്പം ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് അവർ തീരുമാനിക്കട്ടെ.